Hello guys, welcome to another video of Mechanic Walker. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ട്രെഡ്മില്ലിന്റെ ബെൽറ്റ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സോ ഗൈസ്, ഈ ട്രെഡ്മില്ലിന്റെ ബെൽറ്റ് ലൂസ് ആണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. കാണാൻ പറ്റും ഒരു സ്റ്റെക്ക് വരുന്നത്. ഈ ബെൽറ്റിന് പ്രശ്നം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ഇതിൻ്റെ മോട്ടറിൻ്റെ ബെൽറ്റിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് നോക്കാം. ഇവിടെ ഒരു 4 സ്ക്രൂസ് വരുന്നുണ്ട്, അത് റിമൂവ് ചെയ്യാം. 1 2 3 4. ഇതാണ് മോട്ടർ, അതുപോലെ തന്നെ ഇതാണ് ഡ്രൈവ് ബെൽറ്റ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ലൂസായിട്ട് നടക്കുന്നത്. നമുക്കിതൊന്ന് ടൈറ്റൻ ചെയ്യാം. ടൈറ്റൻ ചെയ്യാനായിട്ട് നമുക്ക് ഈ 4 ബോൾട്ടും ലൂസാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു അഡ്ജസ്റ്റർ ഉണ്ട്. അതിനുശേഷം ഈ റണ്ണിങ് ബെൽറ്റ് ടൈറ്റൻ ചെയ്യാം. ഈ ബെൽറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനായിട്ട് ലൂസൻ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു എല്ലങ്കിയാണ് ഉപയോഗിക്കുന്നത്. ഈ എല്ലങ്കിയാണ് ഇത് ട്രെഡ്മില്ലിൻ്റെ കൂടെ കിട്ടുന്നതാണ്. അതുപയോഗിച്ച് ഇത് ലൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ മോട്ടറിൻ്റെ 4 എലങ്കി ബോൾസും ലൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെയാണ് ഡ്രൈവ് ബെൽറ്റിൻ്റെ അഡ്ജസ്റ്റർ വരുന്നത്. ഇത് ഉപയോഗിച്ച് ഡ്രൈവ് ബെൽറ്റ് ടൈറ്റൻ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഓക്കെയാണ്. നിങ്ങൾക്ക് കാണാം നേരത്തെ എത്രത്തോളം ഇത് ലൂസായിരുന്നു എന്നുള്ളത്. ഇപ്പോൾ ഇത് എത്രത്തോളം ടൈറ്റ് ആണെന്നതും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇനി മോട്ടറിൻ്റെ 4 എല്ലങ്കി ബോൾസും ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് റണ്ണിങ് ബെൽറ്റ് എങ്ങനെ ടൈറ്റ് ചെയ്യാമെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇത് എത്രത്തോളമാണ് ഇപ്പോൾ ലൂസായി കിടക്കുന്നത് എന്നുള്ളത്. നമുക്ക് എത്ര ലൂസ് ആവേണ്ടു എന്ന് ചോദിച്ചാൽ ഇത്രേ നമുക്ക് ആവശ്യമുള്ളൂ. ഇത് കാണാൻ പറ്റും. അപ്പോൾ ഇത്രത്തോളം നമുക്ക് എങ്ങനെ എത്തിക്കാമെന്ന് നോക്കാം. റണ്ണിങ് ബെൽറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇവിടെ എത്ര ഗ്യാപ്പാണ് ഉള്ളതെന്നുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഗ്യാപ്പ് ഇല്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ബെൽറ്റ് ഒരു സൈഡിലോട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ സൈഡിലോട്ട് ഈ ബെൽറ്റിനെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ ലൂസൻ ചെയ്യാൻ വേണം. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലായി ടൈറ്റ് ചെയ്യാൻ വേണം. അപ്പോൾ നമുക്കിത് ചെയ്ത് നോക്കാം. റണ്ണിങ് ബെൽറ്റിൻ്റെ റൈറ്റ് സൈഡിലാണ് ഗ്യാപ്പ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ടൈറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് ടൈറ്റ് ചെയ്യാം. ടൈറ്റൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ബെൽറ്റ് റൈറ്റ് സൈഡിലോട്ട് വരുന്നത്. ബെൽറ്റ് ഒന്ന് ടൈറ്റ് ആവാൻ വേണ്ടി ഈ സൈഡും കൂടെ, അതായത് റൈറ്റ് സൈഡിലൂടെ കുറച്ച് ടൈറ്റ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ആദ്യം ഉണ്ടായിരുന്നത് എത്ര സ്പേസ് ആയിരുന്നു ഇവിടെ റൈറ്റ് സൈഡിൽ എന്നുള്ളത്, ഇപ്പോൾ എത്രയാണ് ഉള്ളതെന്നുള്ളതും. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ആ ഒരു ചെക്കിങ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമുക്ക് എത്ര ബുദ്ധിമുട്ടാണ് ഉള്ളോട്ട് കൈ പോകാമെന്നുള്ളത്. അപ്പോൾ കഴിച്ചപ്പോൾ നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ കവറും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഗൈസ്, നമ്മൾ ഫിക്സ് ചെയ്തൊക്കെ കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. So let's go and check this out. നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റെക്കൊന്നും വരുന്നില്ല. ബെൽറ്റൊക്കെ പ്രോപ്പറായിട്ട് ഉള്ളത്.
നമുക്കൊന്ന് കുറച്ച് സ്പീഡിലോട്ട് പോയി നോക്കാം. സുഖേഷ്, നിങ്ങൾ കണ്ടല്ലോ ഇപ്പോൾ അടിപൊളി വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ ആസ്ക് മീ ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ഓൾസോ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു ക്യാൻ ഓൾസോ ചെക്ക് ഔട്ട് ഇൻ ദ മാനുവൽ. Thank you guys for watching, and if you have liked the video, please press the like button, and if you don't want to miss the coming videos, please subscribe to my channel.